ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ, സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ സമയം 6 മണി 6:15 കേൾക്കണം കേട്ടോ. നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞങ്ങാണ്ട് ഇതവിടെ ഭയങ്കര മഴയാണ്. കാണിച്ചു തരാം. നമ്മളെ കുഞ്ഞാവ നിസ്കരിക്കാൻ നിൽക്കുകയാണ്. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്കിന്നൊരു സ്ഥലം വരെ പോവാണ്ട്. കേൾക്കണുണ്ടോയെന്ന് അറിയില്ല. അപ്പം ഞങ്ങൾക്കിന്നൊരു സ്ഥലം വരെ പോവാണ്ട്. അപ്പോൾ രാവിലെ തന്നെ എല്ലാം കഴിഞ്ഞങ്ങാണ്ട് നമ്മൾ ആമിന നല്ല ഉറക്കാണ്. അപ്പോൾ ഓളെ അപ്പുറത്തേക്ക് അമ്മോൻ്റെ അടുക്ക് ആക്കണം. അപ്പോൾ ഇതാ ഇവിടെ നല്ല മഴയാണ് കേട്ടോ. ഇതിലേറെ സ്പീഡിൽ പെയ്യുന്നു. ഇപ്പോഴാണ് കുറച്ചൊരു കുറവുണ്ടായത്. അപ്പം നമുക്ക് 7 മണിൻ്റെ ബസ്സിന് പോവണം. ഞാനും ഉമ്മയാണ് പോണത്. അപ്പം എന്തായാലും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഇന്നത്തെ ചെറിയൊരു ഡേ മൈ ലൈഫ് പോലത്തെ അങ്ങനത്തെ ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മളെ നിസ്കാരം പള്ളിയപ്പം എല്ലാം കഴിഞ്ഞ്, പള്ളിയപ്പം നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മളിനി റെഡി ആവട്ടെ. വീട്ടിലുണ്ടോ ഇതേപോലെ മഴയൊക്കെ പെയ്യുമ്പോൾ ഇതേപോലെ ചെമ്പട്ടിയും ബക്കറ്റുകളും ഒക്കെ ഇങ്ങനെ വെള്ളം ശേഖരിക്കാൻ വേണ്ടിയാണ്ട് വെക്കണത് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മളവിടെ മുമ്പിൽ തോടാണെങ്കിലും നമ്മൾ വെള്ളം ഇങ്ങനെ ശേഖരിച്ച് വെക്കും. പണ്ടേ ഉള്ള ശീലമാണ് കേട്ടോ അത്. അപ്പോൾ നമ്മുടെ മമ്മി ഇവിടെ ചായ ഉണ്ടാക്കുന്നുണ്ട്. കളറില്ലാത്ത എന്തോ ചായ. കുഞ്ഞണ്ണിയേ പൊന്നുങ്ങട്ടെ സ്വത്തുമ്മ സ്വത്തുമണിയെ മുടിനും മമ്മ ഇപ്പപ്പാൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കിടത്തട്ടെ. വാവുണ്ണി കിടത്തട്ടെ. ഇവിടെ ഒറ്റക്ക് കിടക്കുവോ? ഇല്ലല്ലോ. ഞാനും മമ്മിയും പോയിങ്ങാണ്ട് വരാം. ആശുപത്രിയിൽ പോയിങ്ങാണ്ട് മുട്ടിനെ മമ്മ എടുത്തുങ്ങാണ്ട് ഇപ്പപ്പാൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കിടത്തട്ടെ. നിഷുവിൻ്റെ അടുത്ത് കൊണ്ടുപോയി കിടത്തട്ടെ. നമ്മട്ട് ചീച്ചാൻ മമ്മ എത്തോളൂ കേട്ടോ. പോണെങ്കിൽ ഇല്ലെങ്കിൽ പപ്പാൻ്റെ റൂമിൽ പച്ചരി എത്തിച്ചിട്ട് നല്ല മണം. ബ്രഷ് കൊണ്ടാണോ മിച്ച് വന്നിട്ട് പല്ല് തേക്കട്ടെ എന്നാ? അല്ലെങ്കിൽ അവിടെ തേക്കണേ തേച്ചോണ്ടി. നമ്മൾ ആമിനാനെ അമ്മ അവിടെ കൊണ്ടുപോയി കിടത്തിയേക്കാണ് കേട്ടോ. നമ്മൾ ഡ്രസ്സൊക്കെ മാറി റെഡി ആവട്ടെ. എല്ലാവരും വീട്ടിലുണ്ടോ അങ്ങനെ മഴയൊക്കെ ആയതുകൊണ്ട് തുണികളൊക്കെ ഉണക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഡ്രസ്സൊക്കെ മാറി റെഡി ആവട്ടെ, എന്നിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ റെഡിയൊക്കെ ആയിട്ടോ. നമ്മൾ ആമിനാനെ അപ്പുറത്ത് കൊണ്ടുപോയി കിടത്തിക്കാണ്. അപ്പുറത്ത് തന്നെ അമ്മേൻ്റെ അവിടെ കൊണ്ടുപോയി കിടത്തിക്കാണ് കേട്ടോ. മറ്റേ ഈ മഴയത്ത് ഓളിയും കൊണ്ട് പോകണം ഭയങ്കര ഗതികേടാണ്. അപ്പോൾ നമ്മളെന്തായാലും പോട്ടെ. ഇവിടെ ഒറ്റക്ക് നിർത്തിയിട്ട് കാര്യമില്ല, കാരണം ഇവിടെ പിന്നെ ആരും ഇല്ലല്ലോ. കുഞ്ഞാവക്ക് പിന്നെ സ്കൂൾക്കും പോകണ്ടേ. അപ്പോൾ പിന്നെ ഓളവിടെ ആക്കിക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അയ്യോ, നമ്മുടെ തോട്ടിലെ വെള്ളമാണ് കേട്ടോ.
ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ നമുക്ക് ഇങ്ങോട്ട് വണ്ടിയൊക്കെ വരണമെങ്കിൽ. ഇവിടെ ഇപ്പോഴും റോഡും ഇതൊന്നും ശരിയാക്കിയിട്ടില്ല. കണ്ടോ, ഇവിടെ ഏറ്റവും മാത്രമേ ഉള്ളൂ റോഡ് ശരിയാക്കിയിട്ട്. ഇവിടുന്ന് കഴിഞ്ഞാൽ ചളി പിളി കൂടെ ചക്കയൊക്കെ ചാടി കഴിഞ്ഞാൽ പിന്നെ പറയേണ്ടിയില്ല. ഇതാട്ടോ ജുബി അന്ന് ഒറ്റും ഓല് തറട്ടിന്ന് തളിയാക്കിയും ജുബിയും കൂടിയും കൂടിങ്ങാണ്ട്. പിന്നെ ഇതാ നമ്മളിങ്ങനെ നടന്നങ്ങനെ പോവാണ് കേട്ടോ. നമ്മൾ റോട്ടിക്ക് എത്തണം, മെയിൻ റോട്ടിക്ക് എത്തണം. അപ്പോൾ ബസ് കയറാൻ വേണ്ടിയാണ്ട് പോവാണ്. ഞാനും ഉമ്മയും തന്നെ ഉള്ളൂ. അപ്പോൾ ആമിനാനെ അവിടെ നിർത്തിയിരിക്കണ എന്താവുമെന്ന് അറിയില്ല, കരയോ എന്താന്നുള്ളതൊന്നും അറിയില്ല. ഏതായാലും രാവിലെ ആയതുകൊണ്ട് പിന്നെ ഉറക്കത്തിൻ്റെ ഒരു ഇതായതുകൊണ്ട് എന്തായാലും ഉറങ്ങും എന്നുള്ളൊരു സമാധാനത്തിലാണ് കേട്ടോ നമ്മളേതായാലും പോണത്. പിന്നെ ഇതാ നമ്മളെ റോഡ് എന്ന് പറയുകയാണെങ്കിൽ ഇതാ ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പോലെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മളെ കുഞ്ഞാവക്കൊക്കെ വരണമെങ്കിലൊക്കെ ഓന് ഈ കണ്ണ് കാണാത്ത ആയതുകൊണ്ട് ഭയങ്കര ഗതികേടാണ്. ഈ ചളിയിൽ കൂടിയൊക്കെ രാവിലെ സ്കൂൾക്കൊക്കെ പോകണമെങ്കിലും എല്ലാത്തിനും ഭയങ്കര ഗതികേടാണ് കേട്ടോ. നമ്മൾ കുറേ വോട്ട് വരുമ്പോഴും ഇതാവുമ്പോഴൊക്കെ നമ്മൾ പറയലുണ്ട് എല്ലാവരോടും ഒന്ന് ശരിയാക്കി തരാനും ഇതാക്കാനൊക്കെ. എല്ലാവരും ശരിയാക്കി തരും, അല്ലെങ്കിൽ കോറി വേസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ഇടും. അത് പിന്നെ മഴ എന്തൊക്കെ ആകുമ്പോൾ അത് പിന്നെ ഒലിച്ചങ്ങാണ്ട് അത് പോവും. അങ്ങനെയാണ് കേട്ടോ ഉണ്ടാവൽ. പിന്നെ അതേപോലെ വലിയ വലിയ പാറക്കല്ലുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇതായി വന്ന് നിൽക്കുന്നുണ്ട്. ഒന്നേരം എന്താ പറയുക, അത്രയൊക്കെ തന്നെയാണ്. നമ്മൾ ആൾക്കാരും എല്ലാവരും ഒക്കെ കണക്കായതുകൊണ്ട് തന്നെയാണ് നമ്മളെ വയ്യും അങ്ങനെ തന്നെ നിൽക്കുന്നത്. കാരണം കുറേ കാലങ്ങളിൽ ഇത്രയും വർഷമായിട്ടും നമ്മളവിടുത്തെ റോഡൊന്നും മുഴുവനാക്കാൻ ഇതുവരെയായിട്ടും ആരെക്കൊണ്ടും കഴിഞ്ഞിട്ടില്ല. അതൊന്നും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അറിയാം. ഏതായാലും നമ്മളിത് അങ്ങനെ റോഡിന് തന്നെ നടന്നുകൊണ്ട് പോരുകയാണ് കേട്ടോ. ഇത് നമ്മൾ പോയാൽ പിന്നെ ആദ്യം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കുറുക്ക് വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് പെട്ടെന്ന് എന്താ കോരിപ്പടി ബസ് കത്തിക്കണോടത്തേക്ക് എത്താൻ വേണ്ടി കണ്ട്. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും അവനവൻ്റെ പറമ്പൊക്കെ ആകുമ്പോൾ എല്ലാവരും വേലിയൊക്കെ കെട്ടിയൊക്കെ സെറ്റായതുകൊണ്ട് ആർക്കും നടക്കാനും ഇതിനൊന്നും വഴിയും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ ഏതായാലും നമ്മൾ റോട്ടിന് തന്നെ പോകണം പറഞ്ഞാൽ റോട്ടിന് തന്നെ പോകണം. പിന്നെ പാടത്തേക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ വേറൊരു വഴിയുണ്ട്. നമുക്ക് പാടത്ത് പോയി ബസ് കയറാൻ അവിടേക്ക് പോകാൻ കഴിയൂല. ഈ മഴക്കാലമായി കഴിഞ്ഞാൽ പിന്നെ ഒരു ഇട പോലെയാണ്. അപ്പോൾ അതിൽക്കൂടെ നടക്കാനോ ഇതാവാനോ ഒന്നും കഴിയൂല. അപ്പോൾ പിന്നെ അതിലേറെ നല്ലത് ഈ റോഡിന് തന്നെ പോണതാണ്. അങ്ങനെ ഇതാ ഞാനും ഉമ്മയും റോട്ടിലേക്ക് എത്തി, മെയിൻ റോട്ടിലേക്ക് എത്തി, നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് എത്തി ഏതായാലും കേട്ടോ. അപ്പോൾ അത് നോക്കുമ്പോൾ അവിടെ ആ മൂലൊക്കെ നല്ല കോട മൂടി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഫോണിൽ വലിയ ക്ലിയർ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ പിന്നെ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തു. കുറച്ച് നേരം പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് പോലും നിന്നിട്ടില്ല. അപ്പോൾ അതിന് പിന്നെ നമ്മളെ ബസ് വന്നു. അങ്ങനെ രാവിലത്തെ ബസ്സിന് നമ്മൾ പെരേന്ന് യാത്ര തിരിച്ച് പിന്നെ നമ്മളിതാ പാലേമാട് വന്നു കേട്ടോ. നമ്മൾ പാലേമാട്ടിക്കാണ് കേട്ടോ പോയി നിൽക്കുന്നത്. നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഷുഗർ നോക്കാൻ വേണ്ടി ഉമ്മാൻ്റെ ഇന്ത്യയൊക്കെ നോക്കാൻ വേണ്ടി കണ്ട് വന്നതാണ് വെറും വയറ്റിൽ. അപ്പോൾ ഈ പാലേമാടില്ലാന്നുണ്ടെങ്കിൽ നമ്മളെന്തായാലും ഇടയ്ക്കിടയ്ക്ക് പോകണം. അതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. നമുക്ക് ആ കാര്യങ്ങൾക്കും ഇതിനൊക്കെ എല്ലാത്തിനും ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമുക്ക് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ട്. വലിയ ടൗണും കാര്യങ്ങളൊന്നും അല്ലല്ലോ, ചെറിയ സാധാ നാടൻ ഏരിയ അല്ലേ. അപ്പോൾ അതിന് പിന്നെ പാലേമാട്ട് കേട്ടോ പോകുന്നത്. നാരേക്കാവിലൊരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. അത് പിന്നെ എല്ലാവർക്കും അറിയാക്കാരം അതിപ്പോൾ പൂട്ടിക്കിടക്കുകയാണ്. അതുകൊണ്ട് ടെസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പിന്നെ പാലേമാട് ഉണ്ടായപ്പോൾ നമ്മൾ അവിടുന്ന് ടെസ്റ്റൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോന്നിക്കുകയാണ് കേട്ടോ രാവിലെ തന്നെ. പിന്നെ തിരിച്ച് നമുക്ക് ബസ് കിട്ടി. അപ്പം നമ്മളതിന് പോന്നു. പിന്നെ നമ്മളിവിടെ മോയിൻകുട്ടിയാക്കാൻ്റെ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടോ. ആമിനാക്ക് കുറച്ച് ബേക്കറി മിഠായി വാങ്ങിയിട്ടില്ലായിരുന്നു, മൈസൂർ പാക്കാണ് കേട്ടോ വാങ്ങിയത്. അതൊക്കെ വാങ്ങിങ്ങാണ്ട് ഞങ്ങൾ പോവുകയാണ്. തിരിച്ച് പോന്നപ്പോൾ ഞാൻ അമ്മനോട് പറഞ്ഞ്, പൊന്നാരമ്മ നടന്ന് കുഴങ്ങിക്കണ്, നമുക്ക് വേറെ എല്ലാ കുറുക്കുണ്ട്. അപ്പം പറഞ്ഞ് എന്താ ഒരു കുറുക്ക് വഴി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പോവാണ് കേട്ടോ. ഇത് പിന്നെ പാടായതുകൊണ്ട് നല്ലോണം വൈക്കും. അപ്പോൾ പിന്നെ ശ്രദ്ധിച്ച് എന്തായാലും ഞങ്ങൾ പോവുകയാണ് ആയിക്കൂടെ. ഈ ഒരു വഴി തന്നെയുള്ളൂ, അല്ലാതെ വേറൊരു വഴിയും ഇല്ല. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പുറത്ത് കൂടെ പോയിൻ്റെ അടുത്ത് കൂടെയൊക്കെ ചാടി കടന്നു ഇതായിങ്ങാണ്ടൊക്കെ പോവുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പം എല്ലാവരും ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് അങ്ങനെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അറിയാം.
അപ്പോൾ ഏതായാലും ഞാനും ഉമ്മയും ഈ ബൈക്ക് ഇങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല, കുട്ടി കരയണമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പം പിന്നെ സമാധാനം ഉണ്ടായിരുന്നു. കാരണം കുറേ ആയി ഓളങ്ങനെ ഒറ്റക്കാക്കി പോയിട്ട്. മറ്റേതെന്ന് പറഞ്ഞാൽ ക്ലാസ്സിനും ഇതിനൊക്കെ ഇങ്ങനെ പോവല്ലേ, അപ്പോഴും പിന്നെ അംഗനവാടിയിലോ അവിടെയൊക്കെ ആക്കി കണ്ടല്ലേ പോണത്. അപ്പോൾ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ അങ്ങനെ താണ്ടി പോവുകയാണ്. അപ്പോൾ അത് നമ്മളെ സ്കൂൾ ബസ് കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നിക്കണം. അത് നമ്മളെ ഊകാലത്തിൻ്റെ അവിടേക്കാണ് കേട്ടോ വരിക. നമ്മളിവിടെ ഊകാലം എന്നാണ് കേട്ടോ പറയുക ബസ് കയറുന്നിടത്തേക്ക്. മറ്റൊരിത് കോറിപ്പടി, അത് അവിടെയാണ് അങ്ങാടി വരുന്നത്. ആദ്യമൊക്കെ കോറിപ്പടിക്കൊക്കെ തന്നെ പോകണം നമുക്ക് ബസ്സൊക്കെ കയറണമെങ്കിൽ. ഇപ്പം പിന്നെ ആ റോഡ് ടാറിങ് കഴിഞ്ഞുകൊണ്ട് നമുക്ക് ഭാഗ്യമുണ്ട്. അവിടുന്ന് പിന്നെ വരുന്ന ഭാഗമാണ് കേട്ടോ നമ്മളത്. പിന്നെ അത് നമ്മളെ തോട്ടിലൊക്കെ നല്ല വെള്ളമുണ്ട്, മഴയൊക്കെ ആയതുകൊണ്ട് നല്ല വെള്ളമുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ തോടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഴയായാലും വേനലായാലും ഇതുവരെയായിട്ടും വറ്റിയിട്ടില്ല എന്നുള്ളതാണ് നമ്മളെ ചരിത്ര വിജയം. അപ്പോൾ അങ്ങനെ പിന്നെ ഇതാ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞില്ലേ, അത് ഇതാ ഇവിടെ ഈ കയറി വരുന്ന ഈ ഭാഗങ്ങളാണ് കേട്ടോ നല്ല കല്ല്, കൂർത്ത കല്ലുകളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. ഇതൊക്കെ ഒന്നിന് മറ്റേ എന്താ പറയുക, ആ ആമറോണ്ടോ ഇതും കൊണ്ടൊക്കെ ഒന്ന് കുത്തി പൊട്ടിച്ചൊക്കെ കഴിഞ്ഞാൽ സെറ്റാവും കേട്ടോ. പിന്നെ ഇതാ നമ്മളെ വീട്ടിലേക്ക് കയറുന്ന വഴിയാണത്. ഇപ്പോൾ വീട്ടിലേക്ക് കയറുന്ന വഴി ഒന്നും കൂടി ഞങ്ങൾ ചാക്കൊക്കെ ഇട്ടുങ്ങാണ്ട് ലെവലാക്കിയിരുന്നു. അപ്പോൾ ഭയങ്കര ഉയരം കൂടുതലുണ്ടോ എന്നൊരു സംശയം കയറുന്ന ഭാഗം. പിന്നെ ഇത് നമ്മൾ വീട്ടിൽ വന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ. അവിടുന്ന് പിന്നെ എളുപ്പം റിസൾട്ടൊക്കെ വാങ്ങിയാണ്ട് പോന്നിക്കാണ്. നമ്മളവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്താണോ കഴിക്കുന്നത് അത് നിർത്തി വെച്ച് ബസ് കയറുന്ന സ്വഭാവമാണ് കേട്ടോ നമ്മളെ മമ്മിക്ക് ഇപ്പോഴും. പിന്നെ ഇതാ നമ്മൾ ബെന്ന് വാങ്ങിയിരുന്നു. പിന്നെ ചായ ബൂസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് ഉമ്മ. പിന്നെ ഇത് ഇന്നലെ ചപ്പാത്തി പരത്തി വെച്ചിരുന്നു, അതൊക്കെ ചപ്പാത്തി മീൻകറി ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിങ്ങാണ്ട് ചായ കുടിക്കുകയാണ് കേട്ടോ ഞങ്ങൾ. അപ്പം നമ്മളെ ചോറും കൂട്ടാനും പരിപാടി എല്ലാം ഉണ്ടാക്കലും റെഡിയാക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞുകൊണ്ട് നമ്മളമ്മച്ചി തിരുമ്പാൻ പോയിക്കാണ്. അപ്പം എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് അപ്പം അമിനാനെയും കൊണ്ടാണ് കേട്ടോ തോട്ടൊക്കെ പോയിക്കണത്. അപ്പം ഞാൻ ഇനി എന്തെങ്കിലും ഫുഡ് കഴിക്കട്ടെ. അമ്മച്ചി ഉണ്ടാക്കിക്കണത് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അത് തേങ്ങയും ഉള്ളിയൊക്കെ ഇട്ടുങ്ങാണ്ടുള്ള ഉള്ളിക്കൂട്ടാൻ പോലെ ഉണ്ടാക്കുമല്ലോ അതും. പിന്നെ അതേപോലെ ഇന്നലത്തെ നമ്മളെ മീനിൻ്റെ കറി ഉണ്ട് കേട്ടോ. കറിയില്ല, വറ്റിച്ചതുണ്ട്. അപ്പോൾ കുറച്ച് ചോറ് വയ്ക്കണം, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു തോട്ടിൽ നിൽക്കുന്നത് ഇപ്പോൾ കുറച്ച് മയക്ക് കുറച്ച് കുറവുണ്ട്, അതിനൊരു വലിയ ഭാഗ്യം. അപ്പം നമ്മൾ അമിനെ അവിടെ കുളിപ്പിച്ചങ്ങാണ്ട് കയറ്റി നിർത്തിക്കണം കേട്ടോ. അപ്പം അതാ ഞാൻ കുറച്ച് ചോറ് കഴിക്കട്ടെ കേട്ടോ. ഏതായാലും അങ്ങനെ ചോറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ കുഞ്ഞാവതാ സ്കൂളിട്ട് വന്നിക്കണം കേട്ടോ. ഓന് പരക്കെ നടക്കണ എന്താ വെച്ചാൽ ഓൻ്റെ ഫോണ് തിരയേക്കാരം. അപ്പോൾ ഓൻ സ്കൂളിട്ട് വന്നാൽ ഓൻ ആദ്യം കുളിക്കും കേട്ടോ. കുളി നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ചായ കുടിക്കും. അപ്പോൾ ഓനവിടെ ഉമ്മാൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഓനെപ്പോഴും ഉമ്മാൻ്റെ അടുത്തേക്കാരം. ഉമ്മാൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, പണിയെടുക്കുമ്പോഴും ഇതാവുമ്പോഴൊക്കെ ഓന് അവിടെ അങ്ങനെ ഇരിക്കും. എന്നിട്ട് ഇങ്ങനെ വർത്താനം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ റൂമിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്തതായിരുന്നു. വൈകുന്നേരം വന്നപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല 5-6 ദിവസം പെരും മഴയായിരുന്നു. പിന്നെ നമ്മളെ വീട്ടിലാവുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നമ്മളമ്മേനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, അങ്ങനെ ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് കൊടുക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ. അല്ലാതെ മെയിനായിട്ടുള്ളത് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതാ വൈകുന്നേരമായി. അപ്പം നമ്മളമ്മേൻ്റെ സ്പെഷ്യൽ പറഞ്ഞാൽ അമ്മാൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഈ ചോളാണ്ടി. അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോളാണ്ടി. ഉണ്ടാക്കുന്നതും ഇഷ്ടമാണ്, കുടിച്ചണതും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഇതാ ഒരു കുടുക്ക ചോളാണ്ടി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അത് പിന്നെ നമ്മൾ കുറച്ചുണ്ടാക്കുമ്പോൾ അമ്മ അതിൻ്റെ അടുക്കും കൊടുക്കും, പിന്നെ നമ്മളും കുടിച്ചും. അങ്ങനെയൊക്കെ ആയിട്ട് വൈകുന്നേരങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോയി. പിന്നെ എന്താ, ചോളാണ്ടി നല്ലതാണല്ലോ, ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമല്ലേ. അപ്പോൾ അതാ ഞാൻ ഈ ഒരു ഗ്ലാസ്സേ കുടിച്ചിട്ടുള്ളൂ കേട്ടോ. എനിക്ക് വലിയ മധുരത്തിനോട് ചോളാണ്ടിനോട് എനിക്ക് താല്പര്യമില്ല. മധുരത്തിനോടല്ല, ചോളാണ്ടിനോട് എനിക്ക് അധികം താല്പര്യമില്ല. അപ്പോൾ ആമിനാൻ്റെ ഗ്ലാസ് വാങ്ങിക്കൊണ്ട് ഞാനും കുടിച്ചപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ ചോളാണ്ടി ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇങ്ങനെ ഇതേപോലെ തേങ്ങയും ശർക്കരയൊക്കെ ഇട്ടുകൊണ്ട് ഉണ്ടാക്കണ ഇത്
എന്താ നമ്മളമ്മ തേങ്ങയും ശർക്കരയൊക്കെ ഇട്ട് ഉണ്ടാക്കുക. അപ്പോൾ ഇതാ വൈകുന്നേരം രാത്രിയായിട്ടോ. രാത്രിയായപ്പോൾ എന്താ കുഞ്ഞാവക്ക് ഉമ്മ ചോറ് വാരി കൊടുക്കുകയായിരുന്നു. കുഞ്ഞാവക്കും വാരി കൊടുക്കുകയായിരുന്നു, പിന്നെ ആമിനാക്കും വാരി കൊടുക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര പൂതി ഉമ്മ വാരിത്തരാൻ. അപ്പോൾ ഞാൻ ചോറൊക്കെ വെക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ നമ്മൾ ചെറിയൊരു വ്ളോഗ്. അപ്പോൾ ശരി എന്നാൽ അസ്സലാമു അലൈക്കും. വീഡിയോ ഇഷ്ടമാക്കണമെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.